വിവാദ പരാമർശത്തിൽ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനെ പിന്തുണച്ച് ശ്രീകുമാരൻ തമ്പി രംഗത്ത് വന്നു. 1.5 കോടി രൂപ കൊടുക്കുമ്പോൾ അതിന് അവർ അർഹമാണോ എന്ന് പരിശോധിക്കുന്നത് തെറ്റൊന്നുമില്ല. സ്ത്രീകളെയും ദളിത് വിഭാഗങ്ങളെയും അടൂർ ഗോപാലകൃഷ്ണൻ അപമാനിച്ചിട്ടില്ലെന്നും ശ്രീകുമാരൻ തമ്പി. 1.5 കോടി രൂപ കൊടുക്കുന്ന ഒരു വ്യക്തി അതിന് അർഹനാണോ അല്ലെ അർഹയാണോ എന്ന് പരിശോധിക്കുന്നത് തെറ്റാണോ? വെറുതെ 1.5 കോടി അങ്ങ് എടുത്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു ട്രെയിനിങ് കൊടുക്കണം. എന്താ തെറ്റ്? ഒരു മാസത്തെയോ അല്ലെ 2 മാസത്തെയോ ട്രെയിനിങ് കൊടുത്തതിന് ശേഷം പടമെടുക്കാൻ അവരെ നിയോഗിക്കണമെന്ന് പറയുന്നതിൽ എന്താ തെറ്റുള്ളത്? അടൂർ ഗോപാലകൃഷ്ണൻ ദളിതയും വനിതകളെ അപമാനിച്ചു. അത് എവിടെ അപമാനിച്ചത്? അടൂർ ഗോപാലകൃഷ്ണന്റെ പ്രസംഗം തടസ്സപ്പെടുത്തിയത് മര്യാദകേടായി പോയെന്നും ശ്രീകുമാരൻ തമ്പി പറഞ്ഞു. പുഷ്പാവതി ഇടയ്ക്ക് കയറി പുഷ്പാവതി അഭിപ്രായം പറഞ്ഞതും അറിവില്ലായ്മയാണ്. ഈ പുഷ്പാവതി ആരാണെന്ന് തനിക്കറിയില്ലെന്നും ശ്രീകുമാരൻ തമ്പി. അടൂർ ഗോപാലകൃഷ്ണനെ പോലെ ആൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രസംഗത്തിന് ഇടയിൽ കയറി അഭിപ്രായം പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അറിവില്ലായ്മയാണ്. അവർക്ക് സംസാരിക്കാം. അടൂർ ഗോപാലകൃഷ്ണൻ പ്രസംഗം കഴിഞ്ഞിട്ട് എനിക്ക് സംസാരിക്കാം, എനിക്ക് എതിർപ്പുണ്ട് അങ്ങ് പറഞ്ഞാൽ എന്ന് പറയാം, അത് ന്യായമാണ്. പക്ഷേ ഇതുപോലൊരു വ്യക്തി പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഇടയിൽ കയറി എഴുന്നേറ്റ് ആൾ പറഞ്ഞു അത് ചുമ്മാ ആളാകാനൊരു വില അത്രയേ ഉള്ളൂ. അത് ആളായില്ല. അപ്പോൾ എല്ലാവരും അറിഞ്ഞില്ലേ അവരാരാണെന്നുള്ളത്? അതുവരെ ആർക്കറിയാം? എനിക്കറിയില്ലായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.